അഹ്ലു ബൈത്തിലെ കേരളക്കരയിലേക്ക് അള്ളാഹു സമ്മാനിച്ച വലിയ വരദാനമാണ് മഹാനരായ മമ്പുറം തങ്ങൾ ഉപ്പാപ്പ. ഒരേ സമയം അഹ്ലു ബൈത്താണ്, അതോടൊപ്പം ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിസായി ആ വിറാസത്തും ഇവിടെ പ്രകാശിപ്പിച്ചവരാണ് മഹാനരായ മൗലദ്ദവീല ഖുത്ബുസ്സമാന സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മമ്പുറം തങ്ങൾ ഉപ്പാപ്പ അവിടത്തെ ഉറൂസ് മുബാറക്കിന് പോയിട്ട്, അവിടത്തെ ഉറൂസ് മുബാറക്ക് എന്ന വ്യാജേന മുസ്ലിയാക്കന്മാർ പങ്കെടുത്ത പരിപാടി, അപ്പരിപാടിയിൽ തലേക്കെട്ടും കെട്ടിയിട്ട് ഒരു മുസ്ലിയാര് ആരെ ഹളറത്തിൽ നിന്നുകൊണ്ടാ പറയുന്നത്? മഹാനരായ മമ്പുറം തങ്ങൾ ഉപ്പാപ്പ. മമ്പുറം തങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തെ മുഴുവൻ അഹ്ലു ബൈത്തിന്റെയും നാരായ പേര് ചെന്നെത്തുന്നത് മഹാനരായ സയ്യിദുന ഇമാം മൗല ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ആ പ്രിയപ്പെട്ട പിതാമഹനെ പരിശുദ്ധമായ മുഹറം 10 വിളിക്കാൻ പാടില്ല. അവിടത്തെ ഉറൂസിന്റെ ദിവസമായ മുഹറം 10 യാ ഹുസൈൻ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് മമ്പുറം തങ്ങളെ ഹളറത്തിൽ പോയിട്ട് പറയാൻ എത്രമാത്രം തൊലിക്കെട്ടി വേണം. അതും തലേക്കെട്ട് കെട്ടിയിട്ട് മുസ്ലിയാക്കന്മാരെ വേഷം ധരിച്ചിട്ട് മമ്പുറം തങ്ങളുടെ ആണ്ടെന്ന വ്യാജേന പരിപാടി സംഘടിപ്പിച്ചിട്ട് സുന്നികളുടെ ലേബിളിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ ഒരു സുന്നി വേഷധാരി തനിച്ച വഹാബിസം വിസർജിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളക്കര കണ്ടത്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇപ്പോഴും ചില ശീഈ ആശയങ്ങൾ, അതെ, വരുമ്പോ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന ചില പാട്ടുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നുണ്ട്. അടുത്ത തെറ്റാണത്. അങ്ങനെ ഒരു ദുഃഖാചരണം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഒരു ദുഃഖ പ്രകടനം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിനുണ്ടാകണം എന്ന് മമ്പുറം തങ്ങളുടെ ഹളറത്തിൽ വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടോങ്ങള്, മമ്പുറം തങ്ങളുടെ ഹളറത്തിൽ വെച്ച് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അയാളെ ഓർമ്മപ്പെടുത്തലിന്റെ ഊക്ക് നോക്ക് നിങ്ങൾ. മമ്പുറം തങ്ങൾ ഉപ്പാപ്പയുടെ ഹളറത്തിൽ വന്നിട്ട് എല്ലാ അഹ്ലു ബൈത്തിന്റെയും ഉപ്പാപ്പയായ സയ്യിദുന മൗല ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ, ഹുസൈനാര് തങ്ങളെ ഉറൂസിന്റെ ദിവസമാകുന്ന മുഹറം 10 യാ ഹുസൈൻ എന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനത്തെ ചില പാട്ടുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ചില ഷീ ആശയക്കാർ. നോക്ക് നിങ്ങൾ, ഹുസൈനാര് തങ്ങളുടെ ഉറൂസിന്റെ ദിവസം യാ ഹുസൈൻ എന്നങ്ങോട്ട് വിളിച്ചാൽ അത് ഷിയാവല. ഇത് നമ്മള് പാടിയ പാട്ടൊന്നല്ല, നമ്മള് പാടിയ പാട്ടല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർവീകമായി പാരമ്പര്യമായി സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളും മശായിഖും ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തോട് ആശയപരമായി യോജിച്ച് ആരൊക്കെ പാട്ട് പാടുന്നുണ്ടോ ആ പാട്ടിനെ നമ്മൾ അനുകൂലിക്കും. ആ പാട്ടിനെ നമ്മൾ അനുകൂലിക്കും. അതാര് പാടുന്നു എന്ന നോട്ടപ്പെടല്ല. ഇനി പാട്ടിനെ വിമർശിക്കാൻ കുറച്ച് ബേജാറുണ്ടാവും. കാരണം ഇപ്പൊ എന്താ, ഇപ്പൊ പണ്ടത്തെ സുഖം കിട്ടണില്ല. ഒരാളും കണ്ട് പാട്ട് പാടി അപ്പ വരണ്ട് ഇറങ്ങല. ആ പാട്ട് പാടിയ വ്യക്തി അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഇനി അയാൾ ബന്ധപ്പെടാൻ പാടില്ല. അയാളുടെ പെൺമക്കളെ അയാൾ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. അവരെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല. ആരാപനൊക്കെ പറമാണി ഇത് പറയാൻ. ഇവനൊരു വലിയ ഇസ്ലാമിക ഭ്രഷ്ട് കൽപ്പിക്കുന്ന, ഒരു മതഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു പാതിരി, ഒരു പുരോഹിതൻ. ആരാണ് ഇവൻ ഇതിനെതിരെ അധികാരം കൊടുത്തത്? പാച്ചത്തോ നിവാസ്. ഇവർക്ക് പറ്റാത്തത്, ഇവരെ പറ്റി എന്തു പാട്ടും പാടാം. ഇവരെ പറ്റി ഇനി പാടാനൊന്നും ബാക്കിയില്ല. പക്ഷെ പാട്ടും കണ്ട് യേശുന്നില്ല. എങ്ങനൊക്കെ പാട്ട് പാടി വെക്കണ്? അതൊക്കെ പാടുന്നവരെ പറ്റി പാടിയെങ്കിലേ ആശാനെ യേശു, അല്ലേ യേശുല്ല. വെറുതെ തൊള്ളയിലെ വെള്ളം പറ്റിക്കാന്നല്ലാണ്ട് ആ സ്റ്റുഡിയോയിൽ കൊടുത്ത പൈസ പോവാന്നല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേക ഫലമൊന്നുമില്ല. അതേസമയം പാടേണ്ടവരെ സംബന്ധിച്ച് പാടിയാൽ ആ പാട്ടിന് വാല്യൂ ഉണ്ടാവും. അത് സമൂഹം ഏറ്റെടുക്കും.
നിങ്ങൾ മടവൂര് ശൈഖുനാനെ പറ്റി ഒരു പാട്ടിറങ്ങി ഞങ്ങളുണ്ട് വരി. നിങ്ങൾക്ക് പൂതി മതിയല്ലോ. ഇപ്പോൾ ഒരു പാട്ടുമ്മൊക്കെ എടുത്തിട്ട് കുടുങ്ങിയിട്ട് ഇബിലീസ് മൂലം ഇങ്ങനെ ഇടങ്ങറായിക്കൊണ്ടിരിക്കണ കാല. ഏതൊക്കെ ആൾക്കാരുണ്ടോ അവസാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ മൂക്കൊണ്ട് ഞങ്ങൾ ക്ഷാവരപ്പിച്ചില്ലേ? അതാ പറഞ്ഞ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാമീങ്ങൾ പഠിപ്പിച്ച, മശായിഖ് പഠിപ്പിച്ച, മുത്തു റസൂലും സഹാബത്തും പഠിപ്പിച്ച ആ പരിശുദ്ധമായ വഴിയോട് യോജിച്ച്, ആ ആശയത്തോട് യോജിച്ച് ആര് പാട്ടുപാടിയാലും, ആ പാട്ടിനെ വിമർശിച്ച് ആര് വന്നാലും അതിനെതിരെ ഞങ്ങൾ പ്രാമാണികമായി പ്രതികരിക്കും. ഇപ്പൊ ഇയാള് പറഞ്ഞല്ലോ, ചില ആശയക്കാർ യാ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുന്നു. ഞമ്മളെ സാവിയത്ത് സൂഫിയുടെ ചാനലിൽ പാടിയ പാട്ടൊന്നല്ല, ഞമ്മളെ സൽമാൻ പാടിയ പാട്ടൊന്നല്ല, അൻവരി ഉസ്താദിന്റെ വരികളും അല്ല. ആരാ പാട്ട് പാടിയത്? ആ പാട്ട് പാടിയത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ബിരുദധാരിയ. സംശയം വേണ്ട, ആർക്കും ആ വിഷയത്തിലും സംശയം വേണ്ട. പാട്ടൊക്കെ അവിടെ റെഡിയാ. നിങ്ങളിപ്പം ഇനിയിപ്പോ മുക്കിയാലും ഞങ്ങളെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കും. കേക്കട്ടെ. കണ്ടോങ്ങള്, ഹുസൈനാര് തങ്ങളെ മദത് തേടിയിട്ടുള്ള പാട്ടാ അത്. ഈ വഹാബീസം തലയിൽ കയറിയ മൗലവിക്ക് ദഹിക്കുന്നില്ല. അയാള് പറയാണ് യാ ഹുസൈൻ എന്ന് വിളിച്ചിട്ടുള്ള പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ എപ്പോഴും കേരളത്തിൽ ഈ ആശയം പ്രചരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്രമാത്രം കഠിന പാതകമാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ്? സയ്യിദുനാ മൗലാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം പ്രണയിച്ച, റസൂലുള്ളാഹി തങ്ങൾ വല്ലാതെ സ്നേഹിച്ച രണ്ടു മക്കൾ സയ്യിദുനാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആ മക്കളെ എത്രയാണ് മുത്തു റസൂൽ സ്നേഹിച്ചത്, എത്രയാണ് ഹബീബരായ തങ്ങൾ അവരെ മഹബ്ബത്ത് വെച്ചത്. ആ മക്കളൊന്ന് കരയുന്നത്, അവരുടെ വിതുമ്പൽ പോലും കേൾക്കാൻ മുത്തു റസൂലിന് കഴിയില്ല. ആ പ്രിയപ്പെട്ട മക്കളങ്ങാനമൊന്ന് തേങ്ങിക്കരഞ്ഞാൽ, ആ മക്കളൊന്നു കരഞ്ഞാൽ മുത്ത് റസൂലിന് സഹിക്കില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിന് പോലും അത് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കളെ താരാട്ടുപാടി അതാ സന്തോഷത്തോടെ ഉറക്കിക്കെടുത്തിയ, അവർക്ക് ഉറങ്ങാൻ അവസരം സൃഷ്ടിച്ചു കൊടുത്ത ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നില്ലയോ? സയ്യിദുന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആ മക്കളെ എത്രയാണ് മുത്ത് റസൂല് ഉമ്മ വെച്ചത്. ആ പൊൻവിതുമ്പ്യ ചുണ്ടുകളിൽ നിന്നുള്ള ചുടുചുംബനങ്ങൾ എത്രയാണ് ആ പരിശുദ്ധമായ ഹസനാര് തങ്ങളുടെ, ഹുസൈനാര് തങ്ങളുടെ കവിൾ തടങ്ങളിൽ ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ച മക്കളല്ലേ. മുത്തുനബിയുടെ മുത്തം
വേണ്ടുവോളം ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ച ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, അതിൽ മഹാനരായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായി മുത്ത് റസൂൽ പരാമർശിച്ച പ്രയോഗം കണ്ടോ? നിങ്ങൾ നോക്ക്, ഹബീബരായ തങ്ങൾ പറഞ്ഞ പ്രയോഗം എന്താ? മൻ അഹബ്ബ ഹുസൈനൻ ഫഖദ് അഹബ്ബല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുസൈനെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ അല്ലാഹനെ സ്നേഹിച്ചവനാണ്. ഇതിന് സമാനമായ പ്രയോഗം നമ്മളുടെ മജ്‌ലിസിൽ നിന്ന് എപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ? മൻ അഹബ്ബനി ഫഖദ് അഹബ്ബല്ലാഹ്. എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ അല്ലാഹനെ സ്നേഹിച്ചവനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് റസൂൽ തന്നെ പറയുന്നതാണ്, മൻ അഹബ്ബ ഹുസൈനൻ ഫഖദ് അഹബ്ബല്ലാഹ്. ഹുസൈനിനെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ അല്ലാഹുവിനെ സ്നേഹിച്ചവനാണ്. അത്ര വലിയ പോരിശ പറഞ്ഞ മുത്ത് റസൂല്, മഹത്വം പറഞ്ഞ വലിയ സ്ഥാനം ഹബീബരായ തങ്ങള് നൽകിയ, അംഗീകാരം കൊടുത്ത ഈ ഉമ്മത്തിന്റെ നായകൻ, അതേ സ്വർഗീയ യുവതയുടെ ജേതാവ് സയ്യിദുനാ മൗലാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈനാര് തങ്ങളെ ആണ്ടിന്റെ മാസം മുഹറം മാസം, അവരുടെ ആണ്ടിന്റെ ദിവസം, അവര് ഷഹാദത്ത് വരിച്ച ദിവസമാകുന്ന മുഹറം 10 ആ ഹുസൈനാര് തങ്ങളെ പ്രണയിച്ച് മൻ അഹബ്ബ ഹുസൈനൻ ഫഖദ് അഹബ്ബല്ലാഹ് എന്ന് ഹബീബരായ തങ്ങള് മഹത്വം പറഞ്ഞ, ഞങ്ങളെ കരളിന്റെ ഘട്ടമായ, ഞങ്ങളെ ഹൃദയത്തിന്റെ ഹൃത്തായ, ഞങ്ങളുടെ രക്തത്തുള്ളികളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈനാര് തങ്ങള് ഈ ഉമ്മത്തിൽ മുത്ത് റസൂലിന് വേണ്ടി വലിയ ഷഹാദത്ത് സ്വീകരിച്ച ആ പുന്നാര നേതാവിനെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന പേരോട്ടുകാരാ, നിന്റെ വാക്ക് ഞങ്ങളിതാ അർഹിക്കുന്ന അവജ്ഞയോടെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തുറക്ക വിളിക്കുന്നു, യാ ഹുസൈൻ, യാ ഹുസൈൻ, യാ ഹുസൈൻ. ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവിനെ വിളിക്കും. ഞങ്ങളെ ഹബീബ് വലിയ മഹത്വം പറഞ്ഞ അവിടുത്തെ പ്രിയപ്പെട്ട പേരമകനെ ഞങ്ങൾ വിളിക്കും. അത് സഹിക്കുന്നില്ലെങ്കിൽ നവവഹാബിയായ കാന്തപുരം സമസ്തയിലെ പേരോടും കൂട്ടരും അത് തൽക്കാലം അതങ്ങ് സഹിച്ചേക്കുക. കഴിയുന്നില്ലെങ്കിൽ പോയി തൂങ്ങി ചത്തുകൊള്ളുക. ഇതല്ലാതെ പറയാൻ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ മറ്റൊരു വാക്കില്ല. ഹുസൈനാര് തങ്ങളെ മുഹറം 10 വിളിച്ചാൽ യാ ഹുസൈൻ എന്ന് വിളിച്ചാൽ അതെങ്ങനെ ശരിയാകുന്നത്? അന്നല്ലേ ഹുസൈനാര് തങ്ങളെ വിളിക്കേണ്ടത്? ഇന്ന് മമ്പുറം തങ്ങളുടെ ആണ്ടിന്റെ ദിവസമാണ്. ഖുതുബുസ്സമാൻ മൗലദ്ദവീര സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിറാ. ആ മമ്പുറം തങ്ങൾ ഉപ്പാപ്പയുടെ മഹത്വം അത് പറയുന്ന ദിവസമല്ലേ ഇന്ന്? ആ മഹാനരായ മമ്പുറം തങ്ങൾ ഉപ്പാപ്പയെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്ന ദിവസമല്ലേ ഇന്ന്? യാ സയ്യിദി അസ്സയ്യിദ് അലവിയിൽ മമ്പുറമി അഗ്ഫിനി എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട മമ്പുറം തങ്ങൾ ഉപ്പാപ്പയോട് നമ്മൾ അവിടത്തെ വിളിച്ച് സഹായാർത്ഥന നടത്തുന്ന ദിവസം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ഉപയുക്തമായ ദിവസം, അതിനേറ്റവും അനുയോജ്യമായ ദിവസം ഇന്നു തന്നെയാണ്. മമ്പുറം തങ്ങളെ അവിടെ നിന്ന് ഞങ്ങളെ നോക്കണേ. തങ്ങളുപ്പാപ്പ അവിടത്തെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങളിലേക്കുണ്ടാകണേ എന്ന് ഞങ്ങൾക്ക് പറയാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം ഇന്ന്. മഹാനരായ ഹുസൈനാര് തങ്ങളെ വിളിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം അത് മുഹറം 10 തന്നെയാണ്. മുത്ത് റസൂലിനെ എല്ലാ ദിവസവും നമ്മൾ വിളിക്കും.
ഹുസൈനാരി തങ്ങളെയും ഹസനാരി തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട മാതാപിതാക്കളാകുന്ന സയ്യിദുന അലിയിനുൽ മുർത്തള, അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹും, എല്ലാറ്റിലും വരി ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരെയും എല്ലാ ദിവസവും രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ വിളിക്കല്ലേ, അവരെ വിളിച്ച് ബൈത്ത് ചെല്ലുകയല്ലേ, പ്രത്യേകിച്ച് വിളിക്കും എന്ന് മുഹറം 10 മുത്ത് റസൂലിനെ എന്നും വിളിക്കും, പ്രത്യേകിച്ച് വിളിക്കും റബീഉൽ അവ്വൽ 12 ബദരീങ്ങളെ എന്നും വിളിക്കും, പ്രത്യേകിച്ച് വിളിക്കും റമളാൻ 17 ഗൗസുൽ ആലം തങ്ങളെ എപ്പോഴും വിളിക്കും, പ്രത്യേകിച്ച് വിളിക്കും റബീഉൽ ആഖിർ 11. അത് മുസ്ലിമീങ്ങളെ പാരമ്പര്യ. റിഫായി ശൈഖിനെ എപ്പോഴും വിളിക്കും, ജമാഅത്തുൽ അവ്വൽ കൂടുതൽ വിളിക്കും. അത് മുസ്ലിമീങ്ങളെ പാരമ്പര്യമാണ്. അതിൽ നിന്ന് ഈ ഉമ്മത്തിനെ വഹാബീസത്തിലേക്ക് കൂട്ടിക്കൊടുക്കാൻ ആരുടെയെങ്കിലൊക്കെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മടക്കി കൊടുത്തേക്ക്. തൽക്കാലം ആ കളി ഇവിടെ വില പോകില്ല. ഹുസൈനാര് തങ്ങളെ വിളിച്ചാൽ അത് ഷിയയാണ് പോൽ, അത് ഷീസമാണ് പോൽ. എടോ, ഷിയാക്കൾ ഹുസൈനാര് തങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് എഴുതിയിട്ട് നമുക്ക് വിളിക്കാൻ പാടില്ല. ഷിയാക്കൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നിസ്കാരമൊക്കെ ക്യാൻസലാക്കുക. ഷിയാക്കള് വസ്ത്രം ധരിക്കുന്നുണ്ട്, നമ്മളിഞ്ഞിപ്പോ എന്താ ചെയ്യേണ്ടത്? ഷിയാക്കൾ ഖുർആൻ ഓതുന്നുണ്ട്, നമ്മളിഞ്ഞിപ്പോ എന്താ ചെയ്യേണ്ടത്? എടോ, ഷിയാക്കളെ വിശ്വാസം മഹാനരായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ സഹാബത്ത്, റസൂലുള്ളാഹിയുടെ ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട മഹത്തുക്കൾ, ആ മഹാന്മാരെ നിന്ദിക്കുക, അവരെ ഇടിച്ചു താഴ്ത്തുക, ആയിഷ ഉമ്മയെ തരം താഴ്ത്തുക, ആ ശൈലി അതിനോട് മുസ്ലിം ഉമ്മത്തിന് യോജിക്കാൻ കഴിയില്ല, അഹ്ലുസുന്നക്ക് യോജിക്കാൻ കഴിയില്ല. അതേസമയം അവര് അലിയാര് തങ്ങളെ മഹത്വം പറയുന്നു, ഹസൻ ഹുസൈനാര് തങ്ങന്മാരെ മഹത്വം പറയുന്നു. അത് അവര് പറയുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളതൊക്കെ ഒഴിവാക്കല. ഇതിനിപ്പോ എന്തെന്നാ പറയാ? മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയോട് നമുക്ക് വിയോജിപ്പാണ്. എന്നാ മുജാഹിദ് ജമാഅത്തും ചെയ്യണ പരിപാടി ഒന്നും നമ്മൾ ചെയ്യണ്ട. അവര് കഅബാലയം തവാഫ് ചെയ്യുന്നുണ്ട്, ഇനി നമ്മൾ പോയിട്ട് എന്താ തവാഫ് ചെയ്യണ്ട? ഇനി അവര് കഅബാലയം തവാഫ് ചെയ്യുന്നുണ്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ പോകണ്ടെന്നാ തീരുമാനം. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പുത്തൻവാദികളുടെ പിഴച്ചാശയം, അതിനോട് യോജിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയില്ല. അതേസമയം അവരൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് അത് നമുക്ക് ചെയ്യാൻ പാടില്ല. ഇത് എവിടുന്ന് കിട്ടിയ ഉസൂലാടോ? ഇത് ഓരോന്നങ്ങോട്ട് ഉണ്ടാക്കുക തന്നെ.